ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോക്കനട്ട് ബൺ അഥവാ ദിൽകുഷ് ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ചെറിയ ചൂടുള്ള പാലാണ് 1/4 കപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് എല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ചെറിയ ചൂടുള്ള പാല്, ഇതെല്ലാം കൂട്ടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അത് നമുക്ക് ഇതിലേക്ക് അല്പാൽപമായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവാണ് നമ്മൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും കയ്യിലുള്ള പൊടിക്കനുസരിച്ച് പാലിൻ്റെ അളവിന് അല്പം വ്യത്യാസം വന്നെന്ന് വരും. 1-2 ടീസ്പൂൺ. ഇത് നമുക്ക് ഒരു 8-10 മിനിറ്റോളം നന്നായി കുഴച്ചെടുക്കണം. അതിനുശേഷം ഈ രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവ് നമുക്ക് കിട്ടും. ഇനി അല്പം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ മാവ് അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പൊങ്ങി വരുന്നതിനായിട്ട് നമുക്ക് 2 മണിക്കൂറോളം ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1 ടേബിൾ സ്പൂൺ ചെറി, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 4 ഏലക്കയായിട്ട് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണിത്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പാണ്. ഇനി ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രഷ് കോക്കനട്ട് ആണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം അത് 2 പോർഷൻസ് ആക്കി എടുക്കാം. ഒരെണ്ണം അല്പം വലുതും ഒരെണ്ണം കുറച്ച് ചെറുതുമായിട്ട് വേണം നമുക്ക് തിരിച്ചെടുക്കാൻ. ഇനി അതിൻ്റെ മുകൾ ഭാഗം നല്ല സോഫ്റ്റായിട്ട് ക്രാക്കൊന്നുമില്ലാതെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഈ ഒരു ചപ്പാത്തി പലകയിൽ അല്പം മാവ് തൂക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നും ചെറിയ ബോൾ എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയേക്കാളും അല്പം കൂടി കട്ടിയുള്ള രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഈ രീതിയിൽ ചെറിയ തിക്നെസ്സോട് കൂടി വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇനി ഏത് ട്രേയിൽ വെച്ചാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ പരത്തിയെടുത്ത മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ കോക്കനട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ ഓൾമോസ്റ്റ് 1/4 ഭാഗത്തോളം ഈ ഒരു ഉണ്ടാക്കാൻ ഈ ഒരു ദിൽകുഷിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു. അതിൻ്റെ അറ്റത്തേക്ക് വരാതെ നോക്കാം. പിന്നെ നമുക്ക് അടുത്തത് പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം സൈഡെല്ലാം നന്നായി നമുക്ക് സീൽ ചെയ്തെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ അത് പൊട്ടി പുറത്തേക്ക് പോകും. ഇനി ഫോർക്ക് വെച്ച് നമുക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ടാകും, മാത്രമല്ല അത് നന്നായിട്ട് സീൽ ചെയ്തിരിക്കുകയും ചെയ്തോളും.
ഇനി നമ്മൾ ഇതൊരു അരമണിക്കൂർ കൂടി മാറ്റി വെക്കണം, ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരാനായിട്ട്. അത് ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിയോ മുകളിലിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് അല്പം പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മുട്ട ഉപയോഗിക്കണമെങ്കിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചൂടോടെ തന്നെ നമുക്ക് അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഞാൻ ബട്ടർ ഇപ്പോൾ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റാണ്, നമുക്കിത് നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.